ഹലോ ഗായ്സ്, ഇന്ന് ജാൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ ജാൻ്റെ ഡാൻസ് കാണാനുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഡാൻസ് കാണാൻ പോയാലോ ഒന്ന്. ഇന്ന് ജാനുവിൻ്റെ ആനുവൽ ഡേ ആണ്. ഞങ്ങൾ ജാൻ്റെ ആനുവൽ ഡേക്ക് പോവാണ്. ആയത്തിനുണ്ട് മീനാക്ഷി, ചേട്ടൻ, അനിയൻ അരുൺ. ഓക്കെ, ഇവിടെ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോവാൻ. മീനാക്ഷി ഹായ് പറയ്. ഹായ്. അശ്വ ചേച്ചിയുടെ വ്ളോഗിങ് പരിപാടിയിലാണ്. അശ്വ ചേച്ചിയുടെ സ്വന്തമായി വ്ളോഗിങ് ഒക്കെ ഉണ്ട്. എല്ലാവരും അശ്വതി അനൂപ് ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്. അവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് അമ്പലത്തിലല്ല, സ്കൂളിലെ ഫയർ വർക്ക്സ് ആണ് കാണുന്നത്. സ്കൂളിൻ്റെ അലങ്കാരപ്പണികളാണ് ഇതെല്ലാം. ഫ്രണ്ട് ഗേറ്റ് വഴി ഞങ്ങൾ ഓടിയെത്തി. ഇനി വേഗം ജാനുവിൻ്റെ അടുത്തേക്ക് പോകണം. ജാനുവിൻ്റെ പെർഫോമൻസ് എത്തുന്നതിന് കറക്റ്റ് തൊട്ട് മുന്നേ ഞങ്ങൾ എത്തി. ജാനിനെ കൊണ്ടൊരു ഹൈ പറയിപ്പിച്ച് ഒരു തംസപ്പൊക്കെ ചെയ്യിച്ച് ഞങ്ങൾ ഇനി ഫ്രണ്ട് സ്റ്റേജിലേക്ക് പോവാണ്. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇനി ജാനുവിൻ്റെ ഡാൻസിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ വേണമല്ലോ, റെക്കോർഡിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാണ്. ഓരോ പെർഫോമൻസ് വരുമ്പോഴും ആ പെർഫോമൻസിലുള്ള കുട്ടികളുടെ അമ്മമാരെല്ലാവരും ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കും. ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇവിടെ യോഗയെ പഠിക്കുന്ന കുറച്ച് കുട്ടികളാണ്. അവരുടെ ഒരു പെർഫോമൻസ് ആണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പാരൻസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ജാനുവിൻ്റെ പരിപാടി. അപ്പോൾ ജാനുവിൻ്റെ പരിപാടിക്ക് മുന്നേ തന്നെ ആരൊക്കെ എത്ര പേര് കളിക്കുന്നുണ്ട്, 24 പേരുള്ള ഒരു സോങ്ങിലാണ് ജാൻവി കളിക്കുന്നത്. അതിൽ 16ാമതായിട്ട് ജാനുവിൻ്റെ പേര് എഴുതി കണ്ടു. 8:10 അവർ പ്രോഗ്രാമിൻ്റെ ടൈം പറഞ്ഞത്. കറക്റ്റ് 8:15 തന്നെ അവരുടെ പരിപാടി ആയിരുന്നു. ഓരോ കുട്ടികൾക്കും ഓരോ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിനുള്ള അവരുടെ പരിപാടി കിടക്കുന്നതാണ്. അപ്പം ഇനി ജാനുവിൻ്റെ പരിപാടി കാണാൻ കുറച്ച് നേരം നമുക്ക്. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ അതിനു മുന്നേ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കേട്ടോ, ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. അങ്ങനെയുണ്ട്, പച്ച മഞ്ഞ വെള്ള എല്ലാം ഉണ്ട്. പിള്ളേർക്ക് വയറച്ച് സാധനങ്ങൾ വാങ്ങിച്ച മക്കളെ. ബൈ. മണി ജാനുവിനെ തിരിച്ചു കിട്ടി. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, ചേഞ്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ടൂക്കാരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ പരിചയമുള്ള എല്ലാവരുടെ ഒരുവിധം പരിപാടി കഴിഞ്ഞു. ഇനി തിരിച്ചു പോരാണ്. തിരിച്ചു പോകുന്നതിന് ആദ്യത്തിനും മീനാക്ഷിയും ജാനും എല്ലാവരും ഐസ്ക്രീം എല്ലാം കഴിച്ച് ഒരു 9-9:45 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടു. കാരണം ഇനി അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോക്കറ്റിന് പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലായിരിക്കും. എല്ലാവർക്കും ഐസ്ക്രീമിൻ്റെ ഡിമാൻഡ് കൂടി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക്. ശരി, ടാറ്റ.